നമസ്കാരം കൂട്ടുകാരെ, ഡി ക്ലോഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ നമ്മൾ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ഡോൾബി ഡി ടി എസ് അനലോഗ് ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആംപ്ലിഫയർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ അവിടേക്ക് തന്നെ നമ്മളിതിപ്പോൾ മൂന്നാമത്തെ ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്യണത്. ഇതിനു മുന്നേ നമ്മൾ രണ്ട് ആംപ്ലിഫയർ അവിടെ മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആമ്പിൻ്റെ വർക്ക് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാം ആംപ്ലിഫയറും നമ്മൾ ഡോൾബി ഡി ടി എസ് വരുന്ന ആംപ്ലിഫയർ തന്നെയാണ് നമ്മളവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഈ ആമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളെന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ അത് അടിപൊളിയായിട്ട് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പം നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഈ ആംപ്ലിഫയറിന്റെ അക്രലിക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കളർ കോമ്പിനേഷനിലാണ്. ഒന്ന് മാറ്റ് ഫിനിഷിലും ഒന്ന് ഗ്ലാസ് ടൈപ്പ് ഫിനിഷിലാണ് നമ്മൾ ഇതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടും ബ്ലാക്കിലാണ് വരുന്നത്. നല്ല ഒരു അട്രാക്റ്റീവ് ലുക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു മോഡൽ. പിന്നെ നമ്മുടെ ഇവിടെ ഔട്ട് സൈഡിലൊക്കെ കുറച്ച് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ഒതുക്കി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൽ നമ്മൾ ഇവിടെ നെയിം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നെയിമിന്റെ ലോഗോ നമ്മൾ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഡിജിറ്റൽ ഓഡിയോസ് എന്നുള്ള ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ആദ്യത്തെ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളിവിടെ സബിൻ്റെ വോളിയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സെൻറ്ററിൻ്റെ വോളിയം, പിന്നെ സറൗണ്ട്, പിന്നെ ഫ്രണ്ട്. ഈ ഫ്രണ്ടിൻ്റെയാണ് ട്രിബിൾ ബേസ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു സെലക്ടർ വെച്ചിട്ടുണ്ട്. ഈ സെലക്ടർ വന്നിട്ട് ഇപ്പം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു ഇതൊരു ഡോൾബി ടി ടി എസ് ആംപ്ലിഫയർ ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സെലക്ടർ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒപ്റ്റിക്കല്, കോയാക്സിയൽ, HDMI, അതേപോലെ തന്നെ നമുക്ക് ഓക്സും നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഈ ഓക്സിലാണ് ഈ USB നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു USB മോഡുകളാണ് ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ആംപ്ലിഫയറുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു റിസൾട്ട് തരുന്ന നല്ല അടിപൊളി ഒരു USB മോഡുകളാണ് ഈ ഒരു ഐറ്റം. പിന്നെ ഈ USB മോഡുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോൾഡർ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാക്ക് വേവ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു USB മോഡുകളാണ് ഈ ഒരു ഐറ്റം. ഇപ്പോൾ ഏറെക്കുറെ ആമ്പിലൊക്കെ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മളിവിടെ മാസ്റ്റർ കൺട്രോളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഡോൾബി ടി ടി എസ് ഒക്കെ നമ്മളിവിടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആംപ്ലിഫയർ ഡോൾബി ടി ടി എസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനലോഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ബോർഡുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഇൻസൈഡ് വ്യൂ ഒന്ന് കാണാം. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ തൊട്ട് തുടങ്ങാം. നമ്മളിവിടെ ഒരു ടൈപ്പ് 16 4 ഇഞ്ച് കോറിലുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇവിടെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമായ രീതിയിൽ മാക്സിമം ആംബിയർ ഔട്ട്പുട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ തിരഞ്ഞെടുത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ട്രാൻസ്ഫോമറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് കോറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്കൊരു ഓർഡിനറി കോറും അതുപോലെ തന്നെ നമ്മളിതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പികളും അതൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രാൻസ്ഫോമറുകളും ചെയ്യണത്. ഓരോ ആമ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ അതിന് കിട്ടേണ്ട ലൈഫ്, ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതുപോലെ തന്നെ ഹീറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിലേക്ക് വേണ്ട രീതിയിൽ നല്ല കോറും അതിനനുസരിച്ചുള്ള കമ്പിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ അങ്ങനെ വലിയ ഹീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ റേഞ്ചിലുള്ള ഹീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിത് എങ്ങനെയാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5 കൊല്ലം നമ്മൾ സർവീസ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ഇയർ ഫുൾ വാറണ്ടിയും 5 കൊല്ലത്തേക്ക് സർവീസ് വാറണ്ടിയും ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആംപ്ലിഫയർ. അതേപോലെ തന്നെ ആംപ്ലിഫയറുകൾ മാക്സിമം ലൈഫ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആംപ്ലിഫയറുകളൊക്കെ തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ്, അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ, ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ നല്ലൊരു പ്ലാൻ ചെയ്ത് തന്നെയാണ് ആംപ്ലിഫയറുകൾ മേക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ലൈഫ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ആംപ്ലിഫയറുകൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിലേക്ക് വരാം. പവർ സപ്ലൈ വന്നിട്ട് നമ്മളൊരു 10 ആംപിയർ ടാപ്പിങ്ങിൽ വന്നിട്ടാണ് നമ്മുടെ
ചാനൽ വന്നിരിക്കണേ. ഇവിടെ നമ്മൾ 28/028 വൈൻഡ് ചെയ്തിരിക്കണേ. നമുക്കൊരു ചാനൽ 100 വാട്ട്സ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കണേ. ഇത് നമ്മുടെ ശക്തിയുടെ ബോർഡാണ്. ശക്തിയുടെ ബോർഡ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ഓഡിയോ ഔട്ട്പുട്ട് എടുത്തിരിക്കണ ഒരു ബോർഡാണിത്. അപ്പൊ ഇതിന്റെ സർക്യൂട്ട് നമ്മൾ നല്ല പോലെ പണിതിട്ടാണ് ഇതിന് നമ്മൾ ഇത്രയും ഔട്ട്പുട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ഇതിനൊരു POD പോലത്തെ ഒരു വർക്കിംഗ് ആണ്. നമ്മൾ അതിനെ മാറ്റി ശരിക്കും നമുക്കൊരു ഹൈഫൈയിൽ വരുന്ന രീതിയിലുള്ള ഒരു വർക്കിങ്ങിലേക്ക് ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഓഡിയോ ക്ലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് തോന്നുന്നു നല്ല ഔട്ട്പുട്ട് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിന്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് 100 വാട്ട്സ് ആണ് ഒരു ചാനലിൽ കിട്ടുക. അങ്ങനെ 5 ചാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഹീറ്റും നമ്മളിവിടെ കണക്കാക്കി തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓവർ ഹീറ്റ് ആവാത്ത രീതിയിൽ നമ്മളിവിടെ ബോർഡിന് നമ്മൾ മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 28 വോൾട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഹീറ്റ് ഉണ്ടാവും. അപ്പം അതിന് നമ്മൾ കൂളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഫാനും ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ അടുത്തതായിട്ട് നമ്മുടെ കുമാറിന്റെ തണ്ടർമോണയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തണ്ടർമോണ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് തണ്ടർമോണ നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെയും തണ്ടർമോണയില് ഏകദേശം നമ്മളിപ്പോ ഒരു 100 ആമിന്റെ അടുത്ത് തണ്ടർമോണ വെച്ച് കൊടുത്തിട്ട് ഇതുവരെ ഒരെണ്ണം പോലും നമുക്ക് തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ മുന്നേ ഒരു 3 കൊല്ലം മുന്നേ ചെയ്ത ഒരു ആംപ്ലിഫയർ ആണ് നമുക്ക് ആകെ കൂടിയൊരു കംപ്ലൈന്റ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇതുവരെയും നമുക്ക് ഈ ഒരു ബോർഡ് കംപ്ലൈന്റ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നല്ലൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ നമുക്ക് അവരിപ്പോ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്ന എല്ലാ സാധനത്തിനും നമ്മൾ സർവീസ് അഷ്യൂർഡ് ആണ്. പിന്നെ നമുക്കിവിടെ ഈ ബോർഡ് 300 വാട്ട്സ് RMS ആണ് ഇത് കിട്ടുക. മാക്സിമം നമുക്ക് 350 വരയ്ക്കും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കുന്ന പവർ സപ്ലൈ അനുസരിച്ചിട്ടാണ് ഇത്രയും വാട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് പുറത്തേക്ക് വരാം. ഇതിൽ നമ്മൾ 4 ohms സബ് ഓഫർ ആണ് ഇതിൽ ലോഡ് ചെയ്യണത്. ഒന്നല്ലെങ്കിൽ JBL അല്ലെങ്കിൽ DD ആ കണക്കിലാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ പ്രീ സെക്ഷൻ ആണ്. പ്രീ സെക്ഷൻ വന്നിട്ട് നമ്മുടെ തന്നെ സർക്യൂട്ടിലുള്ള ബോർഡാണ്. ഇതിൽ നമ്മൾ ബേസ് ട്രബിള്, സബ് ഫിൽട്ടർ, സബ് ഫ്ലാറ്റ് ഫിൽട്ടർ, അതുപോലെ സബ് ബാസ് ബൂസ്റ്റർ, സബ് സോണിക് ഫിൽട്ടർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു ബോർഡാണ് ഇത്. നമ്മുടെ തന്നെ ബോർഡാണ് ഇത്. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഐറ്റാണ്. നമ്മളിത് വേറെ സർക്യൂട്ട് ഒന്ന് കോപ്പി ചെയ്തതോ സോണിയിലോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല. നമ്മൾ തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. നമ്മുടെ നാട്ടിലെ ആംപ്ലിഫയറുകൾക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ മാച്ച് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എൻ്റെ ആംപ്ലിഫയറിലൊക്കെ ഞാൻ എൻ്റെ ബോർഡ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ട ഒരു കളി നമ്മൾ നേരെ ബോർഡ് മേടിച്ച് വെച്ചിട്ടുള്ള പരിപാടി ഇല്ല. നമ്മൾ ഏതൊരു ആമ്പ് ചെയ്യുകയാണെങ്കിലും നമ്മളതിൽ നമ്മുടേതായ ഒരു ഔട്ട്പുട്ട് നമ്മൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ കൂട്ടുകാർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലരും വിചാരിക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. അഹങ്കാരമല്ല, നമ്മളത് കൊടുക്കണത് നമ്മൾ അത്രയും നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആമ്പ് നമ്മുടെ അടുത്ത് റീവർക്ക് ചെയ്തവർക്കും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പുതിയത് മേടിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ ഏത് രീതിയിലാണ് അവർക്ക് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമുക്കിനി ഇതിലടുത്തായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ മിനി ഡീകോഡറാണ്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മിനി ഡീകോഡറാണ്. വേർഷൻ 2.5 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡോൾബി DTS എല്ലാം നല്ല രീതിയിൽ ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമ്മളിതിൽ ഈ ബോർഡിനെയാണ് ശരിക്കും മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഫ്യൂടെക്കിന്റെ മിനി ഡീകോഡറിൽ നിന്നാണ് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് എപ്പോഴും ഔട്ട്പുട്ട് പോകുന്നുണ്ടാവുക. നമ്മൾ ഇതിൽ നേരിട്ട് വരുന്ന ഓഡിയോ സോഴ്സ് ഈ ബോർഡിലേക്ക് വന്ന് ഇതിൽ നിന്നാണ് പിന്നെ ആംപ്ലിഫൈ ചെയ്ത് എല്ലായിടത്തേക്കും വരുന്നത്. എപ്പോഴും നമ്മൾ ഇതിനകത്തൊരു സ്റ്റീരിയോ കണ്ടന്റ് കൊടുത്താലും ഒരു പ്രൊലോജിക് 2 ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് ഇതിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഓഡിയോ പ്രോസറിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഫുള്ളായിട്ട് കേൾക്കണത്. നമ്മൾ നേരിട്ട് USB നേരിട്ട് എടുത്തിട്ടില്ല. USB നേരിട്ട് ഓഡിയോ വരുന്നത് ഇതിലേക്കാണ്. ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ ഓഡിയോയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ നല്ല വർക്കിംഗ് ആണ്. കേൾക്കാൻ നമുക്കൊരു നോർമൽ റേഞ്ച് കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്ത പടി എന്നുള്ള രീതിയിൽ നമുക്ക് ഓഡിയോ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിവിടെ അടുത്തായിട്ട് നമ്മുടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ്. അത് നമ്മുടെ അൾട്രാ ഡിജിറ്റലിന്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇതിന്റെ ടൈം ഡിലേയും കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടി കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പോപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം കൂടി, നമ്മളിങ്ങനെ റെസിൻ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് കംപ്ലൈന്റ് ആയി ദൂരെ കളയേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ വരുന്ന IC കളുടെ ഭാഗത്തൊന്നും തന്നെ
നമ്മൾ റെസിൻ ചെയ്യാറില്ല. നമുക്ക് ഐ സി ഒക്കെ ഫുള്ളായിട്ട് തന്നെ ബ്ലോവർ അടിച്ച് റിമൂവ് ചെയ്ത് അടുത്ത ഐ സി കയറ്റാവുന്നുള്ളൂ. അതിന് വേണ്ടി നമുക്കിനി വേറെ ചിലവോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിലെ ഫുള്ളായിട്ടും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഏത് രീതിയിലും നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു ഓഡിയോ കേൾക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ലെഫ്റ്റും റൈറ്റും സെൻറ്ററും പിന്നെ സബ്ബാണ് ഇവിടെ കണക്ട് ചെയ്യണത്. ഇതിലിപ്പോൾ സെൻറ്റർ ഞാൻ അധികം ലോഡ് ചെയ്യില്ല. നമ്മൾ ലെഫ്റ്റ് റൈറ്റും സബ്ബാണ് ഇവിടെ കൂടുതൽ ലോഡ് ചെയ്യണത്. ഇവിടെ ഒരു 90-15 പിന്നെ നമ്മൾ നമ്മുടെ 2 ചാനലാണ് ഇവിടെ ഓഡിയോ കേൾപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1-2 നോൺ കോപ്പറേറ്റ് സോങ്സ് ഒക്കെ ഒന്ന് കേൾക്കാം.